19ാമത്തെ വയസ്സിൽ ഡ്രാമ സ്കൂളിൽ ചേരണമെന്ന ആഗ്രഹത്തോടുകൂടി കൽക്കട്ടയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകും. അവിടെ 3 വർഷം ജോലി ചെയ്തതിന് ശേഷം കമ്മ്യൂണിസം തലക്കി പിടിച്ച്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തലക്കി പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് CPIM-ൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തിരിച്ച് നാട്ടിലേക്ക് വരിക. ലണ്ടനിലെ ജോലി കഴിഞ്ഞ്, വിദ്യാഭ്യാസം കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ, അതും CPIM-ൽ പ്രവർത്തിക്കാൻ വേണ്ടി നാട്ടിലേക്ക് ഒരാൾ വരികയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരാൾ. ആ ആളെക്കുറിച്ചുള്ള ആ ആളുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ പുസ്തകം ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത, മെമ്മോർ 1975 to 1985. ബൃന്ദ കാരാട്ടാണ് ഈ പുസ്തകം എഴുതിയത്. ലെഫ്റ്റ് വേർഡ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പെൺകുട്ടി മറ്റാരുമല്ല, ബൃന്ദ കാരാട്ട് തന്നെയാണ്. ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് മലയാളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഒരു സ്ത്രീയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് എഴുത്തുകാരി അങ്ങനെ പറഞ്ഞു, പാർട്ടിക്കുള്ളിൽ വ്യക്തി സ്വാതന്ത്ര്യമില്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ചർച്ചകളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ എന്താ പറയാ, വിവാദമാക്കാനും മാത്രമുള്ള ഒരു കാര്യം പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, അവർ വ്യാഖ്യാനിച്ച രീതിയിലേ അല്ല ഈ പുസ്തകത്തിൽ എഴുത്തുകാരി അവരുടെ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ അനുഭവമാകട്ടെ, പാർട്ടിയിലേക്ക് വന്ന അനുഭവമാകട്ടെ, സംഘാടക എന്ന നിലയിലാകട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർ എഴുതിയിരിക്കുന്നത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയ തരത്തിലേ അല്ല എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. ആയിരത്തി 1970-ലാണ് ലണ്ടനിൽ നിന്ന് ബൃന്ദ കൽക്കട്ടയിലേക്ക് എത്തുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പീഡനങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ആ കാലത്ത്. അങ്ങനെ ഇന്ത്യയിലെത്തിയ ബൃന്ദയ്ക്ക് ഉടനെ തന്നെ പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബൃന്ദ എത്തുന്നത്. എന്നാൽ മിസ് കോൾ അടിച്ച ഉടനെ മെമ്പർഷിപ്പ് കിട്ടുന്ന തരത്തിലുള്ള ഒരു പാർട്ടി അല്ല ബൃന്ദ തെരഞ്ഞെടുത്തത് എന്നതുകൊണ്ട് അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ബൃന്ദയ്ക്ക് കിട്ടിയ നിർദ്ദേശം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആദ്യം പ്രവർത്തിക്കുക എന്നതായിരുന്നു. അങ്ങനെ മനസ്സോടുകൂടി ബൃന്ദ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു. വീണ്ടും ഒരു വിദ്യാർത്ഥിയായി. മുൻപ് 3 വർഷം ജോലി ചെയ്തിരുന്ന ഒരാള് തിരിച്ചൊരു വിദ്യാർത്ഥിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെല്ലാം ബൃന്ദയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ബൃന്ദ തന്നെ പറയുന്നു, തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്ന്, തന്റെ അനുഭവങ്ങൾ, തനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച പാഠങ്ങളിലൊന്ന് ആ ഒരു പ്രവർത്തനമായിരുന്നു. അതിനുശേഷം തന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്റെ ഇഷ്ടം എന്ന് പറയുന്നത് തൊഴിലാളികളോടൊപ്പം പ്രവർത്തിക്കുന്നതാണ്, ട്രേഡ് യൂണിയൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന ബോധ്യം ബൃന്ദയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് നിരന്തരം ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായി ബൃന്ദയെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഡൽഹിയിൽ ചെന്ന് അവിടെയുള്ള നെയ്ത്ത് തൊഴിലാളികളോടൊപ്പം പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കുകയും അവരുടെ യൂണിയൻ പ്രവർത്തനങ്ങളിലുമെല്ലാം ബൃന്ദ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മുതൽ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലം മുതലുള്ള 10 വർഷങ്ങൾ, ആ കാലഘട്ടത്തിലെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം വരെ. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്നുള്ളതാണ്. എനിക്കും തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിനെ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്, എന്താണ് ഈ എഡ്യൂക്കേഷൻ. ഇത് വായിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ ബൃന്ദയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ, അനുഭവങ്ങൾ, വന്നുപോയ വ്യക്തികൾ, കണ്ടുമുട്ടിയ വ്യക്തികൾ, ഇങ്ങനെ എല്ലാവരിൽ നിന്നും ബൃന്ദ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ 20കളിലുള്ള ആ ഒരു യുവതിയായ, അതായത് ആ ഒരു ചെറിയ പെൺകുട്ടി എങ്ങനെയാണ് ഇന്നത്തെ ബൃന്ദ കാരാട്ടായി മാറിയത്, ആ രാഷ്ട്രീയ ബോധം, ആ ഒരു മികച്ച സംഘാടക എന്ന നിലയിൽ, ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെ ഇത്തരത്തിൽ മാറാൻ ബൃന്ദയ്ക്ക് കാരണമായത് ആ ഒരു കാലഘട്ടത്തിലെ, തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിലെ ആ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും വ്യക്തികളും ഒക്കെ തന്നെയാണ്. അപ്പം ഓരോ അനുഭവവും ഓരോ ദിവസവും താൻ വെറുതെ കണ്ടുമുട്ടുന്ന ഒരാളിൽ നിന്ന് പോലും ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു പാഠം ബൃന്ദ പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ബൃന്ദ പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ളൊരു സംശയമായിരുന്നു ഈ റീത്ത എന്നുള്ള പേര്. ആരാണ് ഈ റീത്ത? അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിലെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. മിക്കവാറും നേതാക്കളെല്ലാം തന്നെ ഒന്നെങ്കിൽ ജയിലിൽ അല്ലെങ്കിൽ ഒളിവിൽ, അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ജയിലിലല്ലാത്ത പുറത്തുള്ള നേതാക്കൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ വ്യാജ പേരുകളിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്.
ബൃന്ദയും അങ്ങനെ ഒരു വ്യാജ പേര് സ്വീകരിക്കണമെന്ന് നിർദ്ദേശം ലഭിക്കുന്ന സമയത്ത് ബൃന്ദ തൊഴിലാളികളുമായി ഒരു രഹസ്യ മീറ്റിംഗിലായിരുന്നു. ആ മീറ്റിംഗിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയാണ് ഈ റീത്ത എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യുകയും ബൃന്ദയ്ക്ക് ആ പേര് ഇഷ്ടപ്പെടുകയും ആ പേര് ബൃന്ദ സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി തന്നെ ഈ റീത്ത എന്നുള്ള പേര് ഈ പുസ്തകത്തിന്റെ ടൈറ്റിലും കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ റീത്ത എന്നുള്ള പേരും ആ ഒരു വ്യക്തിത്വവും ബൃന്ദയ്ക്ക് എത്രമാത്രം ബൃന്ദയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ബൃന്ദയുടെ ഉള്ളിൽ തന്നെ എത്രമാത്രം പ്രസക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ റീത്ത എന്നുള്ള വ്യക്തിത്വം എന്ന്. അതിനൊരു സെപ്പറേറ്റ് വ്യക്തിത്വമായി ഞാൻ പറയാൻ കാരണം തന്നെ അന്നത്തെ കാലഘട്ടവും അന്ന് നേടിയ അനുഭവങ്ങളും അത്തരത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. തന്റെ കുടുംബ പശ്ചാത്തലത്തിൽ തുടങ്ങി താൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാഹചര്യം, വിദ്യാർത്ഥി രാഷ്ട്രീയം, തൊഴിലാളികളുമായുള്ള അനുഭവങ്ങൾ, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് യൂണിയൻ പ്രവർത്തനങ്ങൾ, അടിയന്തരാവസ്ഥ കാലം, അതിനുശേഷമുള്ള തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾ, സംഘാടക എന്ന നിലയിൽ സ്ത്രീകളുമായുള്ള ഇടപെടലുകൾ, സ്ത്രീകളുടെ ജീവിതത്തിനും സ്ത്രീകളുടെ അന്തസ്സിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയ കുറിപ്പുകൾ, നമുക്ക് വളരെ എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളായിട്ടാണ് ഈ പുസ്തകം മുഴുവൻ ഉള്ളത്. എന്നാലും ഒരു വിധത്തിലും കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ, ഇതെന്തിനാ ഇവിടെ പറഞ്ഞത് എന്ന രീതിയിൽ നമുക്ക് തോന്നാതെ നല്ല ഫ്ലോയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷ വളരെ ബേസിക് ആയി അറിയാവുന്ന ഒരാൾക്ക് പോലും വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണിത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ സാമൂഹിക സാഹചര്യവും എല്ലാം തന്നെ വളരെ വ്യക്തമായി ഈ പുസ്തകത്തെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു യൂഷ്വൽ രാഷ്ട്രീയ ഭാഷയല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സംഭാഷണ ഭാഷ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ വായിച്ചു പോകാൻ കഴിയുന്നതാണ്. ഇതിന്റെ മലയാള പരിഭാഷ ചിന്ത പബ്ലിഷേഴ്സ് ഇറക്കുന്നുണ്ട് എന്ന് അവരുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇറക്കുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എന്തായാലും സാധിക്കുന്നവരെല്ലാവരും തന്നെ ഈ പുസ്തകം വായിക്കുക. അടിയന്തരാവസ്ഥ കാലവും അതിനുശേഷമുള്ള കാലവും ഒരു തൊഴിലാളിക്ക്, ഒരു കമ്മ്യൂണിസ്റ്റിന്, ഒരു സ്ത്രീക്ക് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി, അവരുടെ ജീവിതത്തെ അതൊക്കെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതൊക്കെ ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പുസ്തകമാണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രബീർ പുർക്കായസ്ഥയുടെ പുസ്തകം പരിചയപ്പെട്ടിരുന്നു. അന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അന്ന് പ്രബീർ അറസ്റ്റിലായപ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഈ പുസ്തകത്തിൽ പക്ഷേ ഒരു സ്ത്രീ, ഒരു തൊഴിലാളി നേതാവായ, ട്രേഡ് യൂണിയൻ നേതാവായ ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിലാണ് ഇതേ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് പുസ്തകങ്ങളും രണ്ട് തരത്തിലുള്ള വായനകളാണ്, രണ്ട് പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് വായിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾ നിർബന്ധമായി വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത, ലെഫ്റ്റ് ഫോർ പബ്ലിഷേഴ്സ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കൊരു നഷ്ടമാകില്ല. ഇത് നല്ലൊരു അനുഭവമായിരിക്കും, എളുപ്പത്തിൽ വായിക്കാനും കഴിയും. വീണ്ടും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ, അത് ഏത് ജോണറിലുള്ള പുസ്തകങ്ങളുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പുസ്തകങ്ങളുടെ പേരുകൾ കമന്റ് ബോക്സിൽ എഴുതുക. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അനുഭവവും കമന്റ് ബോക്സിൽ എഴുതുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്കൊന്നും മിസ്സാകാതെ തന്നെ കാണാൻ കഴിയുകയും ചെയ്യുന്നതാണ്. കൂടുതൽ പുസ്തകങ്ങളുമായി ഇനിയും കാണാം.